CPM-ന് എന്നും മുൾമുനയിൽ നിർത്തുന്ന കേസാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. ഇന്ന് TP വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതിയുടേത് നിർണായക വിധി പുറത്തു വന്നപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് CPM-ന് തന്നെയാണ്. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-നാണ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM വിട്ട് ഓഞ്ചിയത്ത് RMP എന്ന പാർട്ടി ഉണ്ടാക്കുന്നതിന്റെ പക തീർക്കാൻ CPM-കാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇതിനൊപ്പം 2010 മുതൽ തന്നെ ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് റിപ്പോർട്ടുകളിലൂടെ തന്നെ പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുമുണ്ട്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് പ്രതികളെയെല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. 26-ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുതെന്ന സന്ദേശമാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. അസാധാരണ നടപടിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. 2 പ്രതികളെ കൂടി ശിക്ഷിച്ചിരുന്നു. ഇതിൽ KK കൃഷ്ണൻ CPM നേതാവാണ്. ഇതോടെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഫലത്തിൽ ഹൈക്കോടതി അംഗീകരിക്കുകയാണെന്ന് വേണം വിലയിരുത്താൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ ഹൈക്കോടതി വെറുതെ വിട്ടു എന്നത് മാത്രമാണ് CPM-ന് ആശ്വാസമായുള്ളൊരു വാർത്ത. എന്നാൽ മോഹനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ അപ്പീൽ നൽകാനുള്ള സാധ്യത ഏറെയാണ്. ചന്ദ്രശേഖരനെതിരെ കൊലവിളി നടത്തിയ വ്യക്തിയാണ് KK കൃഷ്ണൻ. ജ്യോതിബാബുവും ഗൂഢാലോചന കേസാണ് കുറ്റക്കാരനായുള്ളത്. പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദവും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിൽ ഇനി എന്തായാലും വാദം കേൾക്കലും തുടരും. ഇതിനു വേണ്ടിയാണ് 26-ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM നേതാക്കളായ CH അശോകനും KK കൃഷ്ണനും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ അശോകൻ വിചാരണയ്ക്കിടെ മരിച്ചു. ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അന്ന് കൃഷ്ണൻ. ജ്യോതിബാബുവും CPM ഓഫീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി കോടതിയിൽ നടക്കുന്ന നടപടികൾ നിർണായകമാകും. CPM-മായി പൊക്കൽക്കൊടി ബന്ധമുള്ളവരാണ് കൃഷ്ണനും ജ്യോതിബാബുവും. വൈകാതെ TP വധക്കേസിൽ യഥാർത്ഥ ചിത്രം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.